1201 ആണ്ട് മേടമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് പ്രവചിക്കുന്നത്. മീനക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗവും ഉത്രട്ടാതി നക്ഷത്രവും രേവതി നക്ഷത്രവും കൂടി ചേർന്നതാണ് മീനക്കൂർ എന്ന് പറയുന്നത്. ഇതിൽ വിദേശവാസം ഉണ്ടാകാം. ഇപ്പോൾ വലിയ ആൾക്കാരാണെങ്കിൽ അവർക്ക്, അതായത് പ്രായപൂർത്തി കഴിഞ്ഞ വലിയ ആൾക്കാരാണെങ്കിൽ അവർക്ക് ജോലി സംബന്ധമായിട്ട് ചിലപ്പോൾ വിദേശത്ത് പോകേണ്ടി വരാം. അല്ലെങ്കിൽ ജോലി തേടുന്ന ചെറുപ്പക്കാർക്കാണെങ്കിൽ ജോലി കിട്ടി വിദേശത്ത് പോകേണ്ടതായിട്ട് വരാം. അതല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഇതിലുള്ളവർക്കാണെങ്കിൽ വിദേശത്ത് പോയി പഠിക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടാകാം. അങ്ങനെയാണ് ഈ മീനക്കൂറിലെ ഈ മേടമാസത്തിൽ വരുന്നത്. അങ്ങനെ ഒരു വിദേശവാസം ഉണ്ടാവാം. പാഴ് ചെലവുകൾ നിയന്ത്രിക്കണം. ഈ മാസം വളരെയധികം നിയന്ത്രിച്ച് വേണ്ടി ഒരു സാമ്പത്തിക അച്ചടക്കം പാലിക്കണം. ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കും. നിങ്ങൾ ചിലപ്പോൾ വിദേശത്ത് പോവുകയാണെങ്കിൽ ബന്ധുക്കൾ നിങ്ങളെ സഹായിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അധികാര പദവി ലഭ്യമാകും. ഇതിൽ ചില മന്ത്രിയാവാനോ MLA ആവാനോ അങ്ങനെയൊക്കെ ഭാഗ്യമുള്ള ആൾക്കാർ, ഈ അതിൻ്റെ യോഗങ്ങൾ ഉള്ളത്, ഓരോ ഗ്രഹങ്ങളുടെ യോഗങ്ങളുള്ള ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് തികച്ചും അധികാര സ്ഥാനങ്ങൾ ലഭ്യമാകും. ഇവരുടെ വേണ്ടപ്പെട്ടവർ അധികാര സ്ഥാനങ്ങളിൽ ഇരുന്ന് ഭരിക്കുന്നതിനും ഒരു സാധ്യതയുണ്ട്. ഇവരുടെ മാത്രമല്ല, ഇവർക്ക് കിട്ടും. അതുകൂടാതെ തന്നെ ഇവരുടെ ബന്ധുക്കൾ ആരെങ്കിലും വേണ്ടപ്പെട്ടവർ, മിത്രങ്ങളാകാം, അവരും അധികാര സ്ഥാനങ്ങളിൽ വരാനായിട്ടൊരു സാധ്യത കാണുന്നുണ്ട്. അതിൽ കാര്യങ്ങൾ നടക്കുന്നതിനുള്ള തടസ്സങ്ങളെല്ലാം ഈ മാസം മാറിക്കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. ധനനാശം ഒരുപാട് വഴിക്കുണ്ടായിരുന്നുണ്ട്. പാഴ് ചെലവുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ടുപിടിച്ച് നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. പിന്നെ ഒരു കാര്യം, അന്യരുടെ ചതിവിൽപ്പെടാണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ആ ചതിവിൽ പെട്ട് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. എന്നാൽ അതിൽ നിന്നെല്ലാം നിങ്ങൾ രക്ഷപ്പെടുക. അതുപോലെ നേത്ര രോഗം, കണ്ണിനെ സംബന്ധിച്ചതിൽ ചിലർക്ക് കണ്ണിന് വളരെ കാഴ്ചയ്ക്ക് പ്രശ്നം അല്ലെങ്കിൽ അല്ലാണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അതെല്ലാം ഈ മാസം നല്ലൊരു ചികിത്സ ലഭിക്കുന്നതിനാൽ അത് പരിഹരിച്ച് കിട്ടുന്നു. അതുപോലെ ഗുണവും ദോഷവും ഇടകലർന്നുള്ള ഒരു ഫലങ്ങളാണ് ഈ മാസം കാണുന്നത്. ചില സമയം ഗുണകരമായി ഭവിക്കേണ്ട പലതും മോശമായി ഭവിച്ചെന്നും വരാം. പ്രതീക്ഷിച്ചിരിക്കും ഗുണമായി ഭവിക്കുന്നു, പക്ഷെ അതൊക്കെ മോശമായി ഭവിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ദോഷമാണ്, അത് ശരിയാവില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അത് നല്ല ഗുണമായി ഭവിക്കുന്നതിനും ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. ബന്ധുക്കളോട് കലഹം ഒരിക്കലും വരരുത്, അത് വലിയ ബുദ്ധിമുട്ടാകും. സർക്കാർ നിങ്ങളുടെ പണം, വസ്തുവകകൾ കണ്ടുകെട്ടൽ നടപടി, അതായത് സർക്കാരിൻ്റെ നിന്ന് നിങ്ങൾ ലോൺ എടുത്തിട്ടുള്ളതിനാലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടാക്സ് ഇനത്തിലോ ഒക്കെ അടയ്ക്കാനുണ്ടെങ്കിൽ സർക്കാരിൽ നിന്നുള്ള നടപടികൾ വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഒരു റെയ്ഡ് ഉണ്ടാകാം. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ അവരൊരു റെയ്ഡ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇൻകം ടാക്സിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള ആ ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ നിന്ന് ഒരു റെയ്ഡ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അത് ശ്രദ്ധിക്കുക, എല്ലാവർക്കുമല്ല. ഉറ്റ ബന്ധുവിൻ്റെ വിയോഗം ഉണ്ടാകാം. നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ബന്ധു, നിങ്ങളെല്ലാത്തിനും സഹായിക്കുന്ന ആളിൻ്റെ വിയോഗം ഉണ്ടാകാം. ദമ്പതിമാർ തമ്മിൽ പിണക്കം വരുന്നതിന് സാധ്യതയുണ്ടതിനാൽ അല്ലെങ്കിൽ അവർ മാറി താമസിക്കേണ്ടതായിട്ട് വന്നേക്കാം. ഇങ്ങനെ പിണക്കം വരാതിരിക്കാൻ വേണ്ടി ചിലർ മാറി താമസിക്കാം. ചിലർ ദൂരദേശത്തേക്ക് ജോലിക്ക് പോയിരുന്നാലും മതിയാവും. ചിലർക്കാണെങ്കിൽ അത് അവർക്ക് ഒരു പെർമനൻ്റ് ആയിട്ട് അവർക്ക് സ്ഥിരമായി അവർക്കൊരു വേർപിരിയൽ വേണം എന്നുള്ള രീതിയിലും പോകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള മനോദുഃഖങ്ങൾ ഉണ്ടാകാം. കടുത്ത പക്ഷവിഷബാധ ഏൽക്കാനായിട്ടുള്ളൊരു സാധ്യത കാണുന്നതിനാൽ നിങ്ങൾ അത് വളരെ ശ്രദ്ധിക്കുക. അതുപോലെ ബന്ധുക്കളുമായി ശത്രുത വരുത്താതെ ശ്രദ്ധിക്കാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ധനനാശം കാണുന്നുണ്ട്, പക്ഷെ അതുപോലെ ധനം ധാരാളം വഴിക്ക് വരികയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു സാമ്പത്തിക അച്ചടക്കം അത്യാവശ്യമാണ്. അതിൽ വളരെ മോശഫലങ്ങളാണ് മീനക്കൂറുകാർക്ക് കൂടുതലായിട്ടും കാണുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക ഈ ഒരു മാസം. ഇനി മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളുടെ പ്രായത്തിനനുസരിച്ചാണ് ഫലങ്ങൾ പറയുന്നത്. 9 വയസ്സ് വരെ ഉള്ളവർക്ക് ഗുണകരമായ പല കാര്യങ്ങളും കുടുംബത്തിൽ നടക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതായത് സമ്പത്ത് ലഭിക്കാം. അവർക്ക് നല്ല രീതിയിൽ വീട്ടിൽ സമ്പത്ത്, അതുപോലെ വീട് ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പുതിയ വീട് തന്നെ അവർക്ക് വാങ്ങാൻ സാധിക്കും ഈ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും. പിന്നെ വസ്തുക്കൾ ലഭിക്കാം, പണം ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. ചിലപ്പം ഈ കുട്ടിയുടെ അച്ഛനും അമ്മയുടെയും ഓഹരികൾ, കുടുംബ ഓഹരികൾ ഭാഗം വെച്ചവർക്ക് വിഹിതം കിട്ടുന്നതായിരിക്കാം. എന്തായിരുന്നാലും നല്ലൊരു സമയമാണ്, കുടുംബത്തിൽ ഐശ്വര്യം പറഞ്ഞൊരു സമയമാണ്. ചെറിയ ചെറിയ അസുഖങ്ങൾ ഉണ്ടാകുന്നത് ഒഴിച്ചാൽ വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല. 9 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള ചില പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ആരും സഹായിക്കാനില്ലാത്തൊരവസ്ഥ വരുന്നതിനും കൂടി ഒരു സാധ്യത കാണുന്നുണ്ട്.
അതുപോലെ കൂട്ടുകെട്ടുകൾ മോശമാണെങ്കിൽ അവർ പല രീതിയിലും അവർക്ക് കേസ് നടപടി ഉണ്ടാവേണ്ട സാധ്യത കാണുന്നുണ്ട്. അതിനാൽ രക്ഷകർത്താക്കൾ ഈ കൊച്ചിനെ ശ്രദ്ധിക്കുക. അതുപോലെ സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് കുടുംബസമേതം അച്ഛനും അമ്മയും സമേതം മാറി താമസിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ചിലർ വിദ്യാഭ്യാസം വേണ്ടി വിദേശ രാജ്യത്തേക്ക് പോകുന്നതിനും ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. വിദ്യാഭ്യാസത്തിന് ആദ്യം ചില തടസ്സങ്ങൾ ഉണ്ടാകും എന്ന് തോന്നും എങ്കിൽ തന്നെയും അത് ആ സമയമാകുമ്പോൾ തടസ്സങ്ങളെല്ലാം മാറി വിദ്യ നേടാനായിട്ട് അവർക്ക് സാധിക്കും. അതുപോലെ ആ വിദ്യാഭ്യാസത്തിൻ്റെ അനുസരിച്ച് അവർക്ക് നല്ല തൊഴിലിൽ പ്രവേശിക്കുന്നതിനും സാധിക്കും. ഉയർന്ന രീതിയിലുള്ള നല്ല വേതനമുള്ള തൊഴിൽ പ്രവേശിക്കാൻ അവർക്ക് സാധിക്കും. അതിൽ കിട്ടുന്ന ജോലി ഒരിക്കലും ഇപ്പോൾ ചിലപ്പം അവരുടെ വിദ്യാലയത്തിൽ നിന്നായിരിക്കും ഒരു സെലക്ഷൻ വന്ന് ജോലി കിട്ടുന്നത്, ഒരു ഓഫർ കിട്ടുന്നത്. അത് വേണ്ടാന്ന് വയ്ക്കരുത്. കാര്യം വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങളോളം ജോലി കിട്ടാതിരിക്കാനൊരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. അതിനാൽ കിട്ടിയ ജോലി ഉപേക്ഷിക്കരുത്. കുറച്ച് ശമ്പളം കുറഞ്ഞാലും അത് ചെയ്ത് എക്സ്പീരിയൻസ് നേടുന്നതായിരിക്കും നല്ലത്. 28 വയസ്സ് മുതൽ 45 വയസ്സ് വരെ ഉള്ളവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അവർക്ക് പറ്റിയ ഒരു ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം നടക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ സന്താന ഭാഗ്യം ഉണ്ടാകാം. ധനവും ധാന്യാദി സമൃദ്ധികൾ അവർക്ക് ധാരാളം ഉണ്ടാകുന്നതിനുള്ളൊരു സമയമാണ്. നല്ല ഐശ്വര്യമുള്ള ഒരു കാലഘട്ടമാണിത്. അതുപോലെ ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും. അലർജി പോലുള്ള ചെറിയ ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നതൊഴിച്ചാൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഈ സമയം കാണുന്നില്ല. 45 വയസ്സ് മുതൽ 52 വയസ്സ് വരെ ഉള്ളവർക്ക് അശ്രദ്ധ കാണിച്ചാൽ ചില ദുഃഖങ്ങളും ധനനാശവും വരാനുള്ള സാധ്യതയുണ്ട്. ആയതിനാൽ വളരെ ശ്രദ്ധിക്കുക. സാമ്പത്തിക അച്ചടക്കം ഈ കാലഘട്ടത്തിൽ തുടർന്നിരുന്നാൽ വളരെ നല്ലതായിരിക്കും. അതുപോലെ ദമ്പതിമാർ തമ്മിൽ ഒരു ചെറിയ അകൽച്ച വരുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ ഒരാൾ വിദേശത്തേക്ക് അല്ലെങ്കിൽ വളരെ ദൂര സ്ഥലത്തേക്ക് ജോലി സംബന്ധമായിട്ട് പോയത് കൊണ്ടായിരിക്കും എന്തായാലും ഒരു അകൽച്ച കാണുന്നുണ്ട്. 52 വയസ്സ് മുതൽ 72 വയസ്സ് വരെ ഉള്ളവർക്ക് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അവരൊക്കെ മാറുന്നു. ആ പ്രയാസങ്ങളെല്ലാം മാറിക്കിട്ടുന്നു. പുതിയ വീട്, വാഹനം, വസ്തുവകകൾ എല്ലാം അവർക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നു. അതുപോലെ ചിലർക്ക് ഇവർക്ക് അവാർഡ് കിട്ടുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ അവാർഡ് മാത്രമല്ല, ഇവർക്കൊരു ആദരവും ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ സമൂഹത്തിൽ അറിയപ്പെട്ട ഒരാളായിട്ട് അവർ മാറാം, ഒരു നല്ലൊരു വ്യക്തിയായിട്ട് മാറുന്നതിനൊരു സാധ്യതയുണ്ട്. ഇതിലെ ഉദര രോഗത്തിൽ കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് നല്ല ചികിത്സ ലഭിക്കുന്നതിനാൽ അതിൽ നിന്നെല്ലാം അവർക്ക് സുഖം ലഭിക്കുന്നതാണ്. അന്യർ നിങ്ങളെ കെണിയിൽപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ ശത്രുക്കളും അസൂയാലികളും ചെറിയ കെണികൾ ഒരുക്കും. അതിലൊന്നും നിങ്ങൾ ചെന്ന് ചാടരുത്. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. 72 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് പലതരത്തിലുള്ള ചില ദുഃഖങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. കൂടുതലും വീഴ്ചയും വയറു സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണ്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നടക്കുന്നതും ഒക്കെ സൂക്ഷിച്ചാൽ മതി. വേറെ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. അടുത്ത ഉത്രട്ടാതി നക്ഷത്രക്കാർക്കുള്ള ഫലങ്ങളാണ്. 13 വയസ്സ് വരെയുള്ള ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് പോകുന്നതിനൊരു സാധ്യതയുണ്ട്. ഇതിൽ അവർ കേരളത്തിൽ താമസിക്കുന്നവരാണെങ്കിൽ വേറെ വിദൂര സംസ്ഥാനത്തേക്ക് പോകാം. അതല്ലെന്നുണ്ടെങ്കിൽ വിദേശത്തേക്ക് തന്നെ അവർക്ക് അച്ഛനും അമ്മയായിട്ട് ഈ കുഞ്ഞിന് വിദേശത്തേക്ക് പോകുന്നതിനും അച്ഛനും അമ്മയുടെ ജോലിക്കാരുമായിട്ട് അങ്ങോട്ട് പോകുന്നതിനൊക്കെ ഉള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ ചെറിയ അസുഖങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. ചെറിയ ചെറിയ അസുഖങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഇവർ ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ട ഒരു സാഹചര്യവും ഇതിൽ ചില ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വന്നേക്കാം. പല രീതിയിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയമാകാം. തെറ്റുകളിൽ പലതിലും അറിയാണ്ട് ചെന്ന് ചാടാം. തെറ്റും ശരിയും അറിയാത്ത പ്രായമാണ്. ചാടേണ്ട ഒരു സാധ്യതയും കൂടി ചില ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് ഉറ്റ ബന്ധുക്കൾ ശ്രദ്ധിക്കുക. 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ കാലഘട്ടത്തിൽ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് കുറച്ച് പേർക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സമയമായിരുന്നു. അതെല്ലാം മാറിക്കിട്ടുന്നൊരു സമയമാണ്. ആ ദുരിതങ്ങളും കഷ്ടപ്പാടുകളിൽ നിന്നും മാനഹാനിയിൽ നിന്നെല്ലാം അവർ മാറിക്കിട്ടി അവർക്ക് നല്ലൊരു സംരക്ഷണം ലഭിക്കും. ബുദ്ധിപൂർവമായി കാര്യങ്ങൾ തീരുമാനിക്കേണ്ട ഒരു പക്വത അവർക്ക് ലഭിക്കും. ആ ഒരു കഴിവ് അവർ ലഭിക്കും. നല്ലതും ചീത്തയും അല്ലെങ്കിൽ നന്മയും തിന്മയും തിരിച്ചറിയാനായിട്ട് ഒരു ഭാഗ്യം അവർക്ക് ലഭിക്കും. ഉയർന്ന രീതിയിലുള്ള വിദ്യാഭ്യാസവും ഇതിൽ ചില ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. നല്ല നിലവാരമുള്ള വിദ്യാഭ്യാസം, അതനുസരിച്ചുള്ള അവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു മികവുള്ള തൊഴിൽ ലഭിക്കുന്നതിനും കൂടി സാധ്യതയുണ്ട്. അതുപോലെ ധനശേഷി നല്ലതായിരിക്കും. ഐശ്വര്യമുണ്ടാകും. ചില അസുഖങ്ങൾ ഉണ്ടാകുന്നൊഴിച്ചാൽ അതൊന്നും ഒരു പ്രശ്നമല്ലാത്ത ഒരു സമയമാണിത്. 30 വയസ്സ് മുതൽ 37 വയസ്സ് വരെ ഉള്ളവർക്ക് ദമ്പതിമാർ തമ്മിൽ
പിണങ്ങി കുറച്ച് വേർപിരിഞ്ഞ് താമസിക്കാം എന്നുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൂടാതെ അങ്ങനെ ചിലർ പിരിയാതെ തന്നെ ജോലി സംബന്ധമായിട്ട് രണ്ടുപേരും വളരെ ദൂരങ്ങളിലാകാനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ പല ദുഃഖങ്ങളും വരാം. ധനനാശം വരാനിരിക്കുന്നതിനാൽ അത് വളരെ ശ്രദ്ധിക്കണം. കാര്യം അശ്രദ്ധ കാണിച്ചാൽ ധനനാശം വരും. അതുകൊണ്ട് ഒരു സാമ്പത്തിക അച്ചടക്കം നല്ലതായിരിക്കും. ചില രോഗങ്ങൾ ഉണ്ടാകാം, അതും ചികിത്സിച്ച് ഭേദമാക്കാവുന്നതേ ഉള്ളൂ. 37 വയസ്സ് മുതൽ 57 വയസ്സ് വരെയുള്ളവർക്ക് പുതിയ ഒരു വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന വാഹനം സ്വന്തമാക്കുന്നതിനും വീടും സ്ഥലവും വാങ്ങുന്നതിനും അവർക്ക് ഭാഗ്യം ലഭിക്കുന്നു. അതുപോലെ സർവ്വ ഐശ്വര്യങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവർ ദേശത്തിൻ്റെയോ മറ്റു ചില വലിയ സംഘടനകളുടെയോ ഒക്കെ അമരത്തവർക്ക് വരാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ വിവാഹം ഇവർക്ക് ഒരു വിവാഹവും കൂടി പറയുന്നു. നേരത്തെ വിവാഹം കഴിക്കാത്ത ആൾക്കാർക്ക് ഒരു വിവാഹം കൂടി പറയുന്നുണ്ട് ഈ സമയത്ത്. അതല്ല എന്തെങ്കിലും രീതിയിൽ വിവാഹബന്ധം വേർപെടുത്തിയവർക്കാണെങ്കിലും ഈ സമയം അവർക്കൊരു വിവാഹം നടത്താനുള്ള ഒരു സമയവും കൂടിയുണ്ട്. അതുപോലെ തന്നെ കണ്ണിന് ഉദരത്തിനുള്ള അസുഖങ്ങൾ എന്നേക്കുമായി ശാന്തി ലഭിക്കുന്നു, മാറിക്കിട്ടുന്നു. 57 വയസ്സ് മുതൽ 63 വയസ്സ് വരെയുള്ള ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പലതരത്തിലുള്ള ചില ദുഃഖങ്ങളും മനപ്രയാസങ്ങളും ചിലർക്ക് വരുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. ധനനാശം വരാതെ ശ്രദ്ധിക്കുക. ഈ സമയത്ത് അന്യദേശവാസം കാണുന്നുണ്ട്. വേണ്ടപ്പെട്ടവരാരെങ്കിലും മരിക്കുന്നതിനും ഒരു സാധ്യതയുണ്ട്. അതുപോലെ പോലീസ് പരാതി, കോടതി നടപടികളും ചിലർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ചിലർക്കാണെങ്കിൽ ആഭിചാരക്രിയകളിൽ നിന്നും ചില ഭയങ്ങൾ വരുന്നതിനും ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. 63 വയസ്സ് മുതൽ 73 വയസ്സ് വരെയുള്ളവർക്ക് ധാരാളം ധനം ലഭ്യമാകുന്ന ഒരു സമയമാണിത്. പുതിയ വാഹനം, വീട് എന്നിവ അവർക്ക് വീണ്ടും വാങ്ങാനും സ്വന്തമാക്കാനും സാധിക്കും. അവർക്ക് ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു സമയമാണ് അവർക്ക് ഇപ്പോൾ ഭാഗ്യമായിട്ട് കിട്ടിയിരിക്കുന്നത്. സർവ്വ ഐശ്വര്യങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. 73 വയസ്സ് മുതൽ മുകളിലോട്ടുള്ളവർക്ക് ഒരു സർജറി വേണ്ടി വന്നേക്കാം. ഒരു ചെറിയ രീതിയിലുള്ള ഒരു സർജറി വേണ്ടി വന്നേക്കാം. അത് ഇതിൽ കാണുന്നത് കൂടുതൽ എല്ലിൻ്റെ സർജറിയാണ്. അത് വേറെ പിന്നെ രക്തത്തിൽ ചെറിയ അണുബാധ ഉണ്ടാകാനും അതുപോലെ പിത്തരസങ്ങളുടെ ഏറ്റക്കുറച്ചിൽ മൂലമുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നതിനുള്ള ഒരു സാധ്യതയും കൂടി ഈ സമയം കാണുന്നുണ്ട്. അടുത്ത് രേവതി നക്ഷത്രക്കാർക്കുള്ള ഫലങ്ങളാണ് പറയുന്നത്. 9 വയസ്സ് വരെയുള്ള രേവതി നക്ഷത്രക്കാർക്ക് ബന്ധുമിത്രാദികളുടെ ഒത്തുചേരലുകൾ നടക്കുന്നതിനൊരു സാധ്യതയുണ്ട്. ഒരു കൂടിയാലോചനയ്ക്ക് വേണ്ടിയുള്ള ഒരു രീതിയാണ്. അപ്പോൾ ഇതിൽ ചില രേവതി നക്ഷത്രക്കാർക്ക് ഒന്നീ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ അവരെ അടുത്തില്ലാത്ത ഒരു സമയത്ത്, അവരെ സംരക്ഷിക്കാൻ അടുത്തില്ലാത്തൊരു സമയത്ത് ഇത് ബന്ധുക്കളെ ഇവരുടെ സംരക്ഷണം ഏറ്റെടുക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ സന്തോഷവും സമാധാനവും എല്ലാം അവർക്ക് ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ചെറിയ ചെറിയ അസുഖങ്ങൾ ഉണ്ടാകുമെന്ന് ഒഴിച്ചാൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല. 9 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ളവർക്ക് പല പ്രകാരത്തിലുള്ള ദുഃഖങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ധനത്തിനും ഐശ്വര്യത്തിനൊക്കെ കുറവ് വരാം. ചില രേവതി നക്ഷത്രക്കാർക്കാണ് സംഭവിക്കാൻ പാടില്ലാത്ത പല അനർത്ഥങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പല രോഗങ്ങളും അവർക്ക് വരാനുള്ളൊരു സാധ്യത കൂടി ഈ സമയത്ത് കാണുന്നുണ്ട്. അതുപോലെ വേണ്ടപ്പെട്ടവർ അവരുടെ എല്ലാ കാര്യത്തിനും സഹായിച്ചിരിക്കുകയും അവരെ എല്ലാത്തിനും അവർക്കൊരു ഉപദേശനായിട്ട് നിൽക്കുകയും ചെയ്യുന്ന ഒരാളിൻ്റെ വേർപാടും അവർക്ക് ദുഃഖമുണ്ടാക്കാം. 16 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചതുപോലെ നടക്കുന്ന ഒരു സമയമാണ്. വിദ്യാഭ്യാസം നല്ല രീതിയിൽ നടക്കാം. ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം കിട്ടാം. ഇഷ്ടപ്പെട്ട തൊഴിൽ അവർക്ക് ലഭ്യമാകാം. വേണ്ടപ്പെട്ടവരുടെ ഒരു വിരുന്നു സൽക്കാരം, വളരെ വേണ്ടപ്പെട്ട, വേണമെങ്കിൽ VIP എന്നോ VVP എന്നോ ഒക്കെ പറയാം, അവരുടേതായിട്ടുള്ള ഒരു വലിയ ഒരു വിരുന്നു സൽക്കാരത്തിൽ പിന്നെ ക്ഷണം കിട്ടുകയും അതിൽ പങ്കെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. അതോടുകൂടി ഈ ചില രേവതി നക്ഷത്രക്കാരുടെ ജീവിതം തന്നെ അങ്ങ് മാറുകയാണ്. അവർക്ക് മികച്ച ഒരു ജോലി കിട്ടുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. വളരെ ഉയർന്ന ഒരു തസ്തികയിലേക്കുള്ള ജോലി. അതുകൂടാതെ തന്നെ വിദേശത്ത് സഞ്ചരിക്കുന്നതിനും അവിടെയുള്ള ചില ജോലി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ നോക്കുന്നതിനും അവർക്കൊരു ഭാഗ്യം ലഭിക്കുന്നുണ്ട്. ഇതൊരു നല്ലൊരു കാലഘട്ടമാണ് അവർക്ക്. 36 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ളവർക്ക് പല പ്രകാരത്തിലുള്ള ദുഃഖങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഈ സമയത്ത് ശാരീരികമായും മാനസികമായും ചില ദുഃഖങ്ങൾ വന്നേക്കാം. അവിടെ അശ്രദ്ധ കാണിച്ചാൽ ധനനാശം വരുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ മതിയാകും. 42 വയസ്സ് മുതൽ 52 വയസ്സ് വരെയുള്ളവർക്ക് നേരത്തെ ഉള്ള കാലങ്ങളിൽ ചില ദുഃഖങ്ങളുണ്ടായിരുന്നു, കഷ്ടപ്പാടുകളുണ്ടായിരുന്നു, മനസ്സിന് പ്രയാസങ്ങളുണ്ടായിരുന്നു. അതെല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയമാണ് ഈ കാലഘട്ടങ്ങൾ. അവർക്ക് പ്രതാപവും ഐശ്വര്യവും പദവിയും
ആഡംബരമായ ഒരു ജീവിതവും അവർക്ക് ലഭ്യമാകുന്നു. വീട് അവർക്ക് ലഭിക്കാം. അതുപോലെ ചിലർക്ക് ഇതിൽ കുടുംബ സ്വത്ത് ലഭിക്കുന്നതിനുള്ളൊരു ഭാഗ്യം കൂടി കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് മനസ്സിന് വളരെ സന്തോഷമുള്ള കാര്യങ്ങൾ പലതും നടക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുള്ളൊരു സമയമാണ്. അടുത്ത 52 വയസ്സ് മുതൽ 59 വയസ്സ് വരെ ഉള്ളവർക്ക് ഒരു അവയവത്തിന് ഒരു സർജറി വേണ്ടി വരുന്നതായിട്ടാണ് കാണുന്നത്. എല്ലാവർക്കുമല്ല, ചില രേവതി നക്ഷത്രക്കാർക്കാണ്. അതുപോലെ തന്നെ സർക്കാരിൽ നിന്നും ചില ഭയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള നോട്ടീസുകൾ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. അത് ശ്രദ്ധിച്ചതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുക. അതുപോലെ തന്നെ ഈ സമയം കോടതിയിൽ എന്തെങ്കിലും കേസിനാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ വിജയിക്കേണ്ട സാധ്യത കുറവാണ് എന്നാണ് കാണുന്നത്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ വസ്തുവകകൾ, അതായത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം വളരെ കൃത്യമായി സൂക്ഷിച്ചു വയ്ക്കുക. കാരണം ഈ സമയം ഒരു മോഷണം നടക്കാനായിട്ടുള്ളൊരു സാധ്യത നിങ്ങളുടെ ഓഫീസിലോ വീട്ടിലോ ഫാക്ടറിയിലോ അല്ലെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ നടക്കാം. അത് വളരെ ശ്രദ്ധിക്കുക. പിന്നെ ടൈഫോയിഡ് പോലുള്ള പനി പിടിക്കുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. 59 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ഉള്ളവർക്ക് സംഭവിച്ചു കഴിഞ്ഞ, അതായത് നേരത്തെ അശ്രദ്ധ കാണിച്ച മൂലം ഉണ്ടായ ചില ബുദ്ധിമുട്ടുകൾക്ക് അവർക്ക് പശ്ചാത്തപിക്കേണ്ട ഒരു സാഹചര്യം വരുന്നതിനുള്ള സാധ്യത ചില രേവതി നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. ജീവിതത്തിൽ പലതിനോടും ഒരു വെറുപ്പ് തോന്നാം. ചിലർക്കാണ്, എല്ലാ രേവതി നക്ഷത്രക്കാർക്കും അല്ല. ചില രോഗങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. ഇതിൽ ചില രേവതി നക്ഷത്രക്കാർ സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് പോകുന്നു. മക്കൾ അവിടെ ആയിരിക്കാം ജോലി, അതുകൊണ്ട് ഇനി അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ താമസിപ്പിക്കാം. ഞാനിവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. നിങ്ങൾക്കുള്ള വാസ്തുപരമായോ മുഹൂർത്തപരമായോ പൂജപരമായോ ജ്യോതിഷപരമായുള്ള കാര്യങ്ങൾക്ക് എന്നെ വാട്സപ്പിലോ ഫോണിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ മേടമാസത്തിൽ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മേടമാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.